ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അക്ഷയാണ്. സമയം രാവിലെ 8 മണിയായി. ഇതുവരെ ലോഡിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. 9 മണിക്ക് ശേഷമായിരിക്കും കമ്പനി ഓപ്പൺ ആകാമെന്നാണ് തോന്നണത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി പുറത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അവിടെയുള്ള അവസ്ഥ കേട്ടോ, ഫുള്ള് വണ്ടിയാണ്. ഒരുപാട് വണ്ടികൾ അൺലോഡ് ചെയ്യാൻ വന്നേക്കുന്നുണ്ട്, ഒരുപാട് വണ്ടികൾ ലോഡ് ചെയ്യാൻ വന്നേക്കുന്നുണ്ട്. ലോഡിങ് ആണ് പ്രശ്നം. ഇപ്പോൾ ഞാനൊരു ചായ കുടിച്ചു, ടോയ്ലറ്റിൽ പോയി. സെയിം ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ കയറിയിട്ടാണ് ടോയ്ലറ്റ് പോയത്. ഇന്നലത്തെ പോലെ ആയിരുന്നില്ല. ഇന്നത്തേക്ക് അവരെ മുഖഭാവമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ടോയ്ലറ്റ് എന്ന് ചോദിക്കാൻ തന്നെ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയി. ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇന്നലെ ഒരു പറ്റുപറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മുതൽ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എവിടെയാണോ ഉള്ളത് സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ എന്നുള്ള രീതിയിൽ മെൻറ്റാലിറ്റിയിൽ നിൽക്കുകയാണ്. അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ. ഇപ്പം വിജയവാഡേൻ്റെ ഔട്ടറിലാണ്. സോ ഇവിടെ ഭയങ്കര വേസ്റ്റ് സിറ്റുവേഷനാണ്, വേസ്റ്റ് സിനാരിയോസാണ് നടന്നത്. എനിക്ക് തോന്നുന്നു ഇത് കടൽ തീരവും മറ്റോ ആണെന്ന് തോന്നുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഉപ്പ് പൈപ്പ് തുറന്ന് വായിൽ വെള്ളം വെക്കാൻ പറ്റില്ല. ഉപ്പ് കടിക്കുകയാണ്. ആ വെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല. കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കുറേ സമയമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇതുവരെയായിട്ട് കുടിവെള്ളമൊന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബക്കറ്റിൽ വെള്ളം വാങ്ങിയിട്ട്. പൈസ കൊടുത്ത് വെള്ളം വാങ്ങി കുളിക്കേണ്ട അവസ്ഥയായി. കഴിഞ്ഞ വീഡിയോയിലും മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ച ഒരുപാട് ഡ്രൈവേഴ്സ് അനുഭവിക്കുന്ന അവസ്ഥകൾ എന്ന് പറയുന്നത്, മേ ബി ഞാൻ പുതിയതായതുകൊണ്ടായിരിക്കും, എനിക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യണത്. ഇവിടെയുള്ള ഒട്ടുമിക്ക ഡ്രൈവേഴ്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സൊക്കെ ഇതുമായിട്ട് വളരെ നല്ല രീതിയിൽ പൊരുത്തപ്പെട്ടു പോയ ആൾക്കാരാണ്. അവരുടെ ലൈഫ് അങ്ങനെയാണ്. ചോദിക്കുമ്പം ഒരു വർഷമായിട്ടൊക്കെ വീട്ടിലേക്ക് പോകാത്ത ഡ്രൈവേഴ്സ് ഇവിടെ ഉണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ്. അവർക്ക് സാലറി ഒക്കെ വളരെ കുറവാണ്. അവർ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ കയ്യിൽ നിൽക്കുമെന്നാണ് പറയണത്. അപ്പോൾ മേ ബി ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ ഇതുമായിട്ട് നല്ല രീതിയിൽ പൊരുത്തപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. പക്ഷേ ഒരു പരാതിയും പരിപ്പും ഒന്നുമില്ല ആരോടും. അവരുടെ മനസ്സിലും ഉള്ളിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോസൊക്കെ ഇട്ടതുകൊണ്ട് ഇതിലൊന്നും ഒരു മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഒരാളെങ്കിലും ഡ്രൈവേഴ്സിനെ കാണുന്ന രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ പറയണത് കേട്ടോ. വെള്ളം വന്നിട്ടുണ്ട്. ഫൈനലി ഞാൻ കുളിക്കാൻ പോവുകയാണ്. വണ്ടിൻ്റെ മേലെ നല്ല വിശാലമായ സ്ഥലമുണ്ട്, ഇവിടുന്ന് കുളിക്കാം. ഒന്നും കൂടെ കുളിച്ചില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ കുളി കഴിഞ്ഞേക്കാണ്. പൈസ കൊടുത്ത് വെള്ളം വാങ്ങിയിട്ടാണ് കുളിച്ചേക്കുന്നത്. കുടിവെള്ളമാണ് കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇവിടെ നിന്നാണ് ഞാൻ കുളിച്ചേട്ടോ. കുഴപ്പമില്ല, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഇങ്ങനെ തന്നെ കേട്ടോ ഇവിടുന്ന് കുളിക്കണം. വെള്ളം തണുപ്പൊന്നുമില്ലായിരുന്നു, നല്ല ചൂടായിരുന്നു. കുഴപ്പമില്ല. അങ്ങനെ ഇപ്പോൾ ഒരു സമാധാനമായി. ഇനി എനിക്കൊന്ന് ടൗണിൽ പോകണം. ലോഡാകുമെന്ന് അറിയില്ല. മുന്നേ ചെയ്ത റിസീവ്ഡ് റെസിപ്റ്റ് നമ്മൾ കമ്പനിയിലേക്ക് കൊറിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എപ്പോഴും എനിക്ക് തെറിയിട്ടലാണ് ലേറ്റ് ആകുന്നതെന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ വിളിച്ച് തെറി പറഞ്ഞു. ഓട്ടോ പിടിച്ച് പൊക്കോ, ഓട്ടോ ചാർജ് ഞങ്ങൾ തരാമെന്നുള്ള രീതിയിലാണ് സംസാരിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ഇവിടുന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തു പോകും. ടൗണിലേക്ക് അങ്ങാണ്ട് പോകുന്നുണ്ട്, നല്ല ഭക്ഷണം കഴിക്കാം, കറങ്ങി അടിച്ചിട്ട് വരാം. ഓക്കെ. ഗണ്ണാവരം എന്ന് പറയുന്ന ടൗണിൽ കൊറിയർ ഉണ്ട് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. പക്ഷെ അവിടത്തോട്ട് നിന്ന് കഴിഞ്ഞാൽ ഓട്ടോ കിട്ടുമെന്നാണ് പറഞ്ഞേക്കണം. അറിയില്ല, നമുക്ക് നോക്കാം. അവിടെ ഒരു ചന്തി മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് അത്യാവശ്യം നല്ല ടൗൺ ആണെന്നാണ് ഇവർ പറയുന്നത്. അറിയില്ല, പറ്റുന്നുണ്ട്. ഫുഡ് അത്യാവശ്യം നല്ലൊരു ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. നോക്കാം. ഓട്ടോ കിട്ടിയിട്ടുണ്ട്, പോയി നോക്കാം. भैया गन्नावरम इधर खैर
സർക്കാർ പോലത്തെ പരിപാടിയുണ്ടോ. അവിടുന്ന് ഇങ്ങോട്ടേക്ക് 20 രൂപയാട്ടോ ആയത്. അപ്പോൾ നോക്കാം, ഇവിടെ അത്യാവശ്യം വലിയ മാർക്കറ്റാണ്. ഇവിടെ എവിടെയോ DTTC കിടപ്പുണ്ട് എന്നാണ് പറഞ്ഞേക്കണം. നോക്കട്ടെ. ഇവിടെ നല്ല സൗണ്ടാണ്, എനിക്കറിയില്ല എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന്. പിന്നെ ആൾക്കാർ മുന്നിൽ നിന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് ചെറിയ എന്തോ ഒരു വൈക്ലബ്ബി ഉണ്ട്. പക്ഷേ ഞാൻ എന്തായാലും എടുക്കാം, കുഴപ്പമില്ല. ഇതൊന്നും അറിയാത്ത ആൾക്കാരാണല്ലോ, നമ്മളെന്താ പറയണമെന്ന് അവർക്ക് മനസ്സിലായല്ലേ കുഴപ്പമുള്ളൂ. ഇത് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഇത്ര സമയം തപ്പിക്കൊണ്ടിരുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ DTTC. അങ്ങനെ കൊറിയർ ചെയ്തു. 150 രൂപയാണ് ഇവിടുന്ന് കോയമ്പത്തൂരേക്ക് കൊറിയർ ചെയ്യുന്നതിന്. ഇനി നമുക്ക് അത്യാവശ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ലെറ്റ്സ് എക്സ്പ്ലോർ ഗണ്ണാവരം. എനിക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഒന്ന് നടന്നു നോക്കട്ടെ ഇവിടെയൊക്കെ. ഇവിടെ ആരും ഹെൽമെറ്റൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. ട്രിപ്പിൾസൊന്നും അടിച്ചിട്ട് പോകണമെന്നില്ല, ഹെൽമെറ്റൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. ബസ്സിനെക്കാട്ടിയും കൂടുതൽ ഇങ്ങനത്തെ ഷെയർ കാർസാണ്, ഓട്ടോറിക്ഷകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടോ നോക്കാം. അവിടെ ചെറുതില്ല, വലുത് മാത്രമല്ല. ബോട്ടിൻ്റെ ഉണ്ട്, പക്ഷെ 3000 രൂപയാണ്. എനിക്ക് അത്രയും വലുതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ചെറുത് മതി. വണ്ടിയിൽ ഒറ്റക്കാണല്ലോ യാത്ര ചെയ്യുന്നത്, അപ്പോൾ പാട്ട് വെച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് പോയി നോക്കാം. നമുക്ക് അവിടെ സംഗീത ഉണ്ട് എന്നാണ് പറഞ്ഞത്. സംഗീത അത്യാവശ്യം കർണാടകയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സംഗീത എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വലിയ മൊബൈൽ ഷോപ്പാണ്. അപ്പോൾ അവിടെ മിക്കവാറും ഉണ്ടാകും, നമുക്ക് നോക്കാം. സംഗീത ഞാൻ കണ്ടു കേട്ടോ. സംഗീത നമുക്ക് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വന്നിട്ട് നോക്കാം. ഇത് അത്യാവശ്യം വലിയ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ, എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. ഞാൻ എങ്ങോട്ട് പോകുന്നുള്ള കൺഫ്യൂഷനാണല്ലോ. ഇങ്ങോട്ടേക്കും കുറേ ഉള്ളിലേക്ക് കാണണ്ട, വെറുതെ നടന്നു നോക്കാമല്ലേ, വേറെ പണിയൊന്നുമില്ലല്ലോ. ഇവിടെ ജ്യൂസ് കിട്ടുമോ നോക്കാം. ജ്യൂസ് ग्रेप जूस कितना 40. और ये क्या है, इसके जूस है 40, ये दीजिए. हाँ हाँ സപ്പോട്ടയാണ്, സപ്പോട്ട ജ്യൂസ് കുടിക്കുക. സപ്പോട്ട കുഴപ്പമില്ല, തണുപ്പ് കുറവാണ്. മുകളിൽ ബൂസ്റ്റ് ഇട്ടില്ല. നമ്മൾ ഈ സൈഡിലേക്ക് കൂടെ നടന്നു, ഇനി അപ്പുറത്തെ സൈഡിലേക്ക് കൂടെ നടന്നു നോക്കാം. ട്രാഫിക് പോലീസൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. भैया वो कितना है? एक दर्जन 50 रुपये. एक दर्जन 12 पीस 50 रुपये. 50 12 പീസിന് 50 രൂപയാണ് കേട്ടോ ചക്കക്ക്. ഇവിടെ കുറവാണ്, കർണാടകയിൽ ഇതിനെക്കാട്ടിയും കൂടുതലാണ്. 6 പീസിനൊക്കെ 50 രൂപയാണ് അവിടെ. എന്താ അല്ലേ, നമ്മളെ നാട്ടിലൊക്കെ ചുമ്മാ വേസ്റ്റായി കളയുന്ന സാധനമാണ് ചക്ക. അത്യാവശ്യം ലൂണയുണ്ട് കേട്ടോ. TVSൻ്റെ തമിഴ്നാട് പോലെ തന്നെ അല്ലെ കർണാടക പോലെ തന്നെ നമുക്ക് ലൂണ അത്യാവശ്യം കാണാം. ഈ ട്രാക്ടർ അത്യാവശ്യം കാണാം. ഡ്രസ്സിങ് ഒക്കെ ഓൾമോസ്റ്റ് തമിഴ്നാട്ടിലുള്ള പോലെ തന്നെയാണ് കേട്ടോ. സ്ത്രീകളധികവും ചുരിദാർ അല്ലെങ്കിൽ സാരി അങ്ങനെയുള്ള ഐറ്റംസാണ്. ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കാണുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി വെക്കാം. എന്തെങ്കിലും അത്യാവശ്യമുള്ളതുണ്ടെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവും, അപ്പോൾ വാങ്ങാം. ഞാനവിടെ ഒരു റബ്ബറിൻ്റെ ഗ്ലൗസ് നോക്കിയിട്ട് പോയതാട്ടോ. അവിടെ സാധനം കിടപ്പുണ്ട്, പക്ഷെങ്കിൽ അതിന് തീരെ കൈൻ്റെ ഫുൾ സൈസ് ലെങ്ത്തിലേക്ക് വരുന്നില്ല. ആണെങ്കിൽ 250 രൂപയാണ് അവിടുത്തെ പ്രൈസ്.
ബെല്ലാരിയിൽ പോയ സമയത്ത് ആ സെയിം സാധനം ഞാൻ 50 രൂപക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഗ്ലൗസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ വല്ലാണ്ട് ചീത്തയാകത്തില്ല. ഈ ചെയിനൊക്കെ എടുക്കുന്ന സമയത്ത് തുരുമ്പ്, ഈ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പ് കയറി കൂടും, വൃത്തിയിടും. അപ്പോൾ നല്ലൊരു ഗ്ലൗസ് എന്തായാലും വാങ്ങണം. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഡ്രസ്സ് അഴുക്കാണ്ടിരിക്കാൻ എന്തെങ്കിലും ഒരു കവറും കൂടെ വാങ്ങേണ്ടി വരും. അങ്ങനെ ഇതെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉള്ളതിൽ വെച്ച് ബെസ്റ്റായിട്ടുള്ളത് നോക്കി 1300 രൂപയാണ് പറഞ്ഞേക്കണം. എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. എനിക്ക് എന്തായാലും വണ്ടിയിലൊരു സ്പീക്കർ വേണം, അത്യാവശ്യമാണ്. സോ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പോവാണ്. ഞാൻ ആ സ്പീക്കർ വാങ്ങിയത് 2002 മോഡലാണ്. എനിക്കറിയില്ല അതിന് വാറണ്ടി കിട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറേ ദിവസമായി ഞാൻ തപ്പി നടക്കണം. ഇനി ഞാൻ ഏത് കാട്ടുമൂലൊക്കെയാണ് പോകണമെന്ന് അറിയില്ല. അപ്പോൾ കിട്ടിയതിനടുത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇവിടെ എങ്ങാണ്ട് ഒരു അന്നപൂർണ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട്. അത്യാവശ്യം ബെസ്റ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ല തിരക്ക് പിടിച്ച സ്ഥലമാണ് കേട്ടോ. നല്ല വലിയതോ ഹൈവേ ആണ്. വിജയവാഡയ്ക്കുന്ന് എങ്ങോട്ടേക്കോ പോണ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ വിജയവാഡയുടെ പിന്നെ എയർപോർട്ടൊക്കെ ഇവിടെ ഗണ്ണാവരം ഈ ഏരിയയിൽ എവിടെയാണ് ഉള്ളത്. ഞാൻ എയർപോർട്ട് റോഡിൽ നിന്ന് കുറേ കണ്ടായിരുന്നു. ഇതിലൂടെയാണ് ഞാൻ വണ്ടി വളച്ച് കയറിയിട്ട് ഇതിലൂടെയാണ് കയറി അങ്ങോട്ട് പോയത്. ഹോട്ടൽ അന്നപൂർണ്ണ. ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അന്നപൂർണ്ണ റെസ്റ്റോറൻറ്റ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. ആണ് കേട്ടോ ഹോട്ടൽ അന്നപൂർണ്ണ. പോയി നോക്കാം, കഴിച്ചു നോക്കാം. ഒരു ദോശയുണ്ട്, ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ കാരച്ചട്നി ഉണ്ടോ, കുഴപ്പമില്ല കേട്ടോ. നല്ല ദോശ, നല്ല ചട്നി, സാമ്പാർ. സാമ്പാർ മധുരിപ്പാണ്, ഇത് കുഴപ്പമില്ല. ഒരു രക്ഷയില്ലാത്ത കോഫി കേട്ടോ. കോഫി ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു കോഫി കുടിച്ചിട്ടില്ല. നൈസ് കോഫി, വളരെ നല്ല ഫുഡായിരുന്നു. 2 ദോശക്കും പിന്നെ ഒരു കോഫിക്കും കൂടെ 120 റുപ്പീസാണ്. ദോശക്ക് 50 രൂപയാണ്. അത് ഇച്ചിരി കൂടുതലാണ്. പക്ഷേ ഭക്ഷണം കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കണ്ടാൽ തന്നെ അറിയാം അത് ഒരു പഴയ ബിൽഡിംഗ് ആണ്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു കട തന്നെയാണ് ഫുഡിൻ്റെ. കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഓട്ടോയിൽ കയറിയിട്ട് തിരിച്ചു പോവാം. ഞാൻ എൻ്റെ ലോഡിൻ്റെ ഫോളോവർ വിളിച്ചിട്ടും പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കണേ. ഇന്നും പോസ്റ്റാണോ എന്നറിയില്ല. ഓരോ ദിവസം ഇതേപോലെ പോസ്റ്റ് അടിക്കും തോറും എനിക്ക് നഷ്ടമാണ്. എൻ്റെ ടൈമാണ് വേസ്റ്റാണ്. എത്രത്തോളം ലോഡ് എടുക്കാൻ പറ്റും, എത്രത്തോളം ട്രിപ്പ് നമുക്ക് എടുക്കാൻ പറ്റും, അത്രത്തോളം നമുക്ക് ലാഭമാണ്. എത്രത്തോളം ആൾട്ടാകുന്നു അത്രത്തോളം നഷ്ടമാണ്. ഈ സമയത്തുള്ള നമ്മുടെ ചിലവൊക്കെ നമുക്ക് നഷ്ടമാണ്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴുള്ള നമ്മുടെ ചിലവ് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അഡ്വാൻസ് പേയ്മെൻ്റ് ഒക്കെ വീഴും. ഇത് നമുക്ക് കിട്ടിയ അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ ഈ ദിവസത്തെ ചിലവുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നഷ്ടമാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ അഡ്വാൻസ് വന്നുകൊണ്ടേയിരിക്കും, കുറച്ച് പൈസ കൈമിൽ ബാക്കിയാവും. ഇതൊന്നുമില്ല, നമുക്ക് കിട്ടിയ പൈസ മുഴുവൻ നമ്മൾ നമ്മുടെ ചിലവിന് വേണ്ടി ഫുഡിനും അതിനൊക്കെ വേണ്ടിയിട്ട് ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റേറ്റുമാണ്, കത്ത് റേറ്റാണ്. 2 ദോശയ്ക്ക് 100 രൂപയാണ്. കണ്ടില്ലേ? അത് ഇവിടെ ലോക്കൽ വാങ്ങിക്കഴിഞ്ഞാലും ദോശക്കും എന്ത് ഫുഡിനാണെങ്കിലും നല്ല റേറ്റാണ്. ഞാനങ്ങനെ വണ്ടിയിലെത്തി. നമ്മുടെ കമ്പനിക്കാർ എൻ്റെ മുന്നേ വന്നവരാരും ഇതുവരെയായിട്ട് പുറത്തേക്ക് കമ്പനീൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. ഇതുവരെ ആരും വിളിച്ചില്ല എന്നാണ് പറഞ്ഞേക്കണേ. മിക്കവാറും ഇന്നും പോസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നണേ, അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടാട്ടോ. മിന്നാന്നൊക്കെ ബാക്ക് സൈഡിൽ വെച്ചപ്പോൾ ഇത്രയും വെയിലുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇൻ കേസ് വണ്ടി ഇന്നലത്തെ പോലെ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 500 രൂപ കളയേണ്ടി വരും. ഇതാകുമ്പം തൊട്ടടുത്തൊക്കെ വണ്ടി ഉള്ളത് കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജമ്പർ ചെയ്യിക്കാം.
അതുകൊണ്ടാണ് ഇവിടെ വെച്ചേക്കണത്. ഇവിടെ ആണെങ്കിൽ നല്ല വെയിലാണ്. എന്നാൽ ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. ഓക്കെ, ബൈ. ഓഹോ, പൊക്കോ പൊക്കോ. വണ്ടിക്കൊക്കെ വന്ന് കുത്തുക. കൂട്ടത്തിൽ കൊമ്പ് കൂടുതലുള്ളവനാ. വണ്ടിക്കൊക്കെ വന്ന് കുത്താന്നേ. വണ്ടി കുലുങ്ങുന്ന കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റ്. സുഖം പിടിച്ചുപോയി. അവിടെ കിടന്ന് ഒരക്ക ശരീരം കേട്ടോ. സമയം ഇപ്പോൾ 8:30 ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയില്ലേ അവിടെ ആ പാലത്തിൻ്റെ അപ്പുറം. അവിടെ ഭക്ഷണം ഉണ്ടെന്നും പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. പാലത്തിൻ്റെ അടിയിലേക്ക് കൂടി പോകേണ്ട റിസ്ക്കാണ്. അവിടെ ആൾക്കാർ വെള്ളമടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഫോണൊക്കെ തട്ടിപ്പറിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ റോഡിലേക്ക് കൂടി തന്നെ പോവാണ് കേട്ടോ. നല്ല മഞ്ഞുണ്ട്, മഞ്ഞ് മൂടി കിടക്കുകയാണ്. കാണുന്നുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. ഇപ്പോൾ ഇനി പാലത്തിൻ്റെ മുകളിലേക്ക് കൂടി ഇങ്ങനെ ചുറ്റി പോകണം. പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി ടെൻഷനുണ്ട്. ആ പാലത്തിൻ്റെ മുകളിലൊക്കെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന് തോന്നണേ. ശരിക്കും നടന്ന് മടുക്കും കേട്ടോ. ഇത് അടുത്ത് ഞാൻ പറയുമ്പോൾ അടുത്തൊന്നല്ല, ഒരു 1 കിലോമീറ്റർ 1.25 കിലോമീറ്റർ നടക്കണം കേട്ടോ. വളരെ അടുത്തൊന്നല്ല. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ആശ്വാസമായിട്ട്. ആദ്യത്തെ ദിവസമൊന്നും ഇത് അറിയ പോലും ഉണ്ടായിരുന്നില്ല. ചോറ്, തക്കാളിക്കറി, പിന്നെ ചിക്കൻ ഗ്രേവി, പിന്നെ ദാലുണ്ട്. ഞാൻ ചോറും തക്കാളിക്കറി എടുത്തിട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ അവിടെയുള്ളൊരു പയ്യനെ കിട്ടിയിട്ടുണ്ട്. ഇവന് പാർസലായിട്ട് നമ്മളെ പാർക്കിങ്ങിലേക്ക് പോവാണ്. സോ അവൻ്റെ കൂടെ കയറി. ഇപ്പോൾ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് പേടിച്ചായിരുന്നു. ഈ പാലത്തിലൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഇന്നലെ പരിചയപ്പെട്ട ഇവനാണ് ഇന്നലെ രാത്രി എനിക്ക് ചപ്പാത്തി കൊണ്ട് തന്നെ കേട്ടോ. 10ാം ക്ലാസ് പഠിക്കണ പയ്യനാണ്. അവന് IAS ആണെന്ന് പോലും ആഗ്രഹം. ഭക്ഷണം നൈസായിരുന്നു, അടിപൊളി ഭക്ഷണമായിരുന്നു. ഓക്കെ, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കുറച്ച് സമയം, എന്നിട്ട് കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. അപ്പോൾ ഗുഡ് നൈറ്റ്.